558 വോട്ട് കിട്ടിയ കോൺഗ്രസ് 37,796 വോട്ടിലേക്ക് ചുരുങ്ങി. അങ്ങനെ പറഞ്ഞാൽ 15,000 വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല. BJPയുടെ ഭൂരിപക്ഷവും അതുതന്നെയാണ്. ഞാൻ ഓരോ മണ്ഡലത്തിലെടുത്ത് പറയല്ല, അത് ഒല്ലൂരിൽ പരിശോധിച്ചാലും മണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ UDFൻ്റെ വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. 7 നിയോജക മണ്ഡലത്തിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ ഫലം ഏതാണ്ട് അവസാനിക്കുമ്പോൾ 5 നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ആത്മപരിശോധന നടത്തണം. ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ K. മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം. ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലാഞ്ചനയുണ്ടോ എന്ന് ഞങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഏതാണ്ട് ഡീലിൻ്റെ ഭാഗമായി അട്ടിമറിക്കപ്പെടും എന്നാണ് അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയത്. എന്നാൽ നേരത്തെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2019 ലഭ്യമായ വോട്ടിൽ നിന്ന് 1,00,000 വോട്ടുകൾ പിറകോട്ട് പോയ UDF ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും കേവലം പറഞ്ഞിരുന്ന അതേ തിരക്കഥ തന്നെ. സാധാരണ എനിക്ക് തോന്നുന്നു നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം ലോകസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന അന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണോ എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട തൃശ്ശൂരിലെ UDFൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും ഇക്കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുമാണ്. അദ്ദേഹത്തിൽ നിന്നുകൂടി ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായി നടക്കുന്ന സമരത്തിൽ ഏത് വിധത്തിലുള്ള തിരിച്ചടികളുണ്ടായാലും അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയേറെ വോട്ടുകൾ കാണായത് എവിടെയാണെന്നും ഏതെല്ലാം വിധത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും ഏതെല്ലാം ബൂത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP പറഞ്ഞതായി ഞങ്ങളൊരു ചാനലിലൂടെ കേട്ടു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നഷ്ടപ്പെട്ടതും ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായ ബൂത്തുകൾ ഞങ്ങൾ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ കണക്കുമായി UDF വരട്ടെ, ഞങ്ങളത് കാണാനും വിശകലനം നടത്താനും. കണക്കിപ്പോൾ യാഥാർത്ഥ്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വികാരത്തെ ഒറ്റുകൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന UDF ആത്മപരിശോധന നടത്തേണ്ടത്. അതവർ നടത്തുമെന്ന് വിചാരിക്കട്ടെ. ബാക്കി ഞങ്ങളുടെ പാർട്ടിയും ഈ മുന്നണിയിലകത്തെ വിവിധ പാർട്ടികളും എല്ലാം അവരവരുടെ കമ്മിറ്റികൾ കൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ പരിശോധിച്ചും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കും. UDFന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വാദിക്കുമ്പോൾ KPCCയുടെ പഴയ പ്രസിഡൻറ്റിന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂരിൽ 1,00,000 വോട്ട് കുറഞ്ഞു എന്ന ചോദ്യത്തിന് ചെറിയ വേർക്കലാവില്ല കോൺഗ്രസ് നടത്തുക. അതിന് നിർബന്ധമായും കേരളത്തിനോട് മറുപടി പറയേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയാം. സംസ്ഥാനത്തൊട്ടാകെ ഒരു ഭരണവിരുദ്ധ വികാരം